വെച്ചിട്ടുണ്ടോ? ആണോ? ഫിറോസൊക്കെ രതീഷ് മസിലല്ല മസാല. നല്ല പരിപാടിയാണ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീനലക്ഷ്മി. അങ്ങനെ മാസങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ 7th month സെറമണി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് കൊല്ലമായത് കാരണം ഇവിടുത്തെ ഭയങ്കര വലിയൊരു ചടങ്ങെന്ന് പറഞ്ഞാൽ വൈറ്റ് പൊങ്കാലയെന്ന് പറയും. എനിക്ക് ഒരു ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഏകദേശം 10th പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മാവൻ കല്യാണം കഴിച്ചത് ഇവിടെ കൊട്ടിയത്ത് നിന്നായിരുന്നു. അപ്പോൾ അമ്മാവൻ്റെ അല്ല അമ്മായിയുടെ വൈറ്റ് പൊങ്കാലയ്ക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇവിടെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത്, കൊല്ലത്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്കൊന്ന് കൊല്ലംകാരുടെ മാത്രം ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചടങ്ങാണിത് 7th month ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് റെഡി ആവുകയാണ്. സൂര്യൻ ഉദിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിനാണ് പൊങ്കാല ഇടുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്നുള്ളവരെല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വേണമല്ലോ അവിടുന്ന് വരാൻ. ഇപ്പം ഫസ്റ്റ് രാവിലെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെറ്റും മുണ്ടുമാണ് ഉടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണത്തിന് കൊടുത്ത മന്ത്രകോടിയാണ് ഉടുക്കുന്നത്. അപ്പം ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ മംഗലിക്കസവ് എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്ത് ബാലരാമപുരത്തു നിന്ന് ചെയ്യിപ്പിച്ചതാണ്. രാവിലെ എണീറ്റത് കാരണം ചെറുതായിട്ട് സൗണ്ടൊക്കെ ഉടക്കി പോകുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് സെറ്റും ഒക്കെ ഉടുത്ത് ഇതെല്ലാം ഞാൻ പ്ലീറ്റ് ചെയ്ത് വെച്ചു. എന്നുവെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കിന് ഇല്ലെങ്കിൽ ഉടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ബ്ലൗസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഒരു 1 week കൊണ്ട് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കായത് കാരണം ഇതിനൊക്കെ ടൈം വളരെ കുറവായിരുന്നു. ഈ ഒരു ബ്ലൗസ് ചെയ്തിരിക്കുന്നത് ഡ്രേപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു നമ്മുടെ ചങ്ങനാശ്ശേരിയിലും കൂന്നിയിലും ഒക്കെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഓടിപ്പോയി റെഡി ആവട്ടെ. അനീശ്വരൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അനീശ്വരൻ കുളിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അനീശ്വരൻ പോയി കുളിച്ചിട്ട് വരുമ്പോൾ ആ സാധനം കിട്ടത്തില്ല, മൈക്ക് ഇവിടാണ്. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ചടങ്ങുകളെന്ന് ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്താണെങ്കിലും പോയി റെഡി ആയിട്ട് വരാം. യൂണിഫോം ആണോ? എത്ര ഉണ്ട് ഈ കരകത്തിൽ? അല്ല ഇതേ കരകമാണോ? കളർ ആണോ? ഓ ചിറ ഭഗവാനേ, ഞാൻ അങ്ങനെ അങ്ങ് ആക്കി. ഒഴിക്കട്ടെ? എന്തോ ഒഴിക്കണം? ഉറങ്ങുമായിരുന്നു. ഹലോ, ശർക്കര ജീവനം അല്ലല്ലേ? എൻ്റെ ഭാര്യ ഒന്നും കുഴപ്പമില്ലെന്ന്. ഇപ്പം എന്താണ് നീ പറഞ്ഞേ? ഇപ്പം എന്നെ കണ്ടിട്ട് പറയാം കൃഷ്ണനെ പോലെ ഉണ്ടെന്ന്. ആ പോലെ എനിക്ക് തോന്നി. ഐ ആം ഹാപ്പി. ആ ഏത് ഭാര്യ? ഞാൻ മുംബൈയിലെ അവിനാശി. സിനിമയിലെ ഡയലോഗൊക്കെ മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? അല്ല ഏതാ മനസ്സിലായോ? സിനിമ ഡയലോഗ് അടിച്ചേക്കും. 2 countries. How many father and mother do you have? I want the complete list. ദേവാ രാവിലെ കുളിച്ച് പള്ളി വെച്ചോടാ. നിന്റെ മോന്ത കണ്ടാ അറിയാ. ഇട്ടിട്ട് ഇതെല്ലാം കണ്ട് ഈ സാധനം അത് വേറെ സെറ്റ് ചെയ്തു. പെട്ടെന്നുള്ള പടക്കം പൊട്ടിയത് വേറെ. അത് രാവിലെ 5 മണിക്ക് അരി ഇടാൻ പോവാണ്. കൈ കൊള്ളിക്കരുത്.
അല്ല അനീഷേട്ടാ മതിയെന്നിട്ട് കാര്യമില്ല. അംഗബലം കൂടുതലുണ്ട്. പിടിച്ചു. അനീഷേട്ടാ മെച്ചപ്പെട്ടോ? ഒപ്പിക്കണ്ടോ? എല്ലാം ശരിയായിരുന്നു കുട്ടി? എല്ലാം ഓക്കെ ആയോ? സെറ്റാണോ? അല്ല, ഇതുപോലത്തെ മനോഹരമായ ആചാരം ഇത് ലാസ്റ്റ് കഴിക്കുന്നതാണ് ഏറ്റവും വലിയ മനോഹരമായ ആചാരം. ചെല്ലടാ. നല്ല അനുസരണം. അച്ഛനെ പെട്ടെന്ന് നിന്നെ ഓർമ്മ വന്നു. അതോട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അങ്ങോട്ട് ഓടിയെന്ന്. ആണോ? എന്ത് അടുത്തത് തേങ്ങ. നീ ഇനി ഞരടൊന്നും വേണ്ടെന്ന് മനസ്സിലായോ? ചുമ്മാ പറഞ്ഞിട്ടോ ഞാൻ എന്നിട്ട് പറയും ഞരടുണ്ടെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഒരുപാട് ഞെക്കി പിടിയണ്ടെന്ന്. ഞാൻ ഇല്ല ഈ പരിപാടിക്ക്. പെണ്ണ് കഴിഞ്ഞ് കഴിയുമ്പോ ആണ് ഇരിക്കും. അല്ല, തേങ്ങ ഇട്ട് കഴിയുമ്പോ ശേഷം വെക്കണം. അത് പലകയിലിരിക്കണം, അല്ലാതിരിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പഴം ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഴം അരിയുകയാണ്. അടുത്തത് കുറച്ച് തേൻ ഒഴിക്കുക. അനീഷേട്ടൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് സയൻറ്റിഫിക് ആയിട്ട് ചെയ്യുന്നല്ലേ? ഒരു കൈ ഇവിടെ കൊടുത്ത് മസിലല്ല മസാല. ആ, അതിന് താടി മീശയുണ്ട്. സതീഷേ, മറ്റേ പുള്ളിയുടെ പേരെന്തുവായിരുന്നു? മറ്റേ ഫുഡ് ഉണ്ടാക്കുന്ന പുള്ളി, ഒരു രതീഷും. അതെ, ഓരോന്നിനെ പൊരിച്ചെടുക്കുന്ന പുള്ളി ഉണ്ടല്ലോ, ഫിറോസ്. ഫിറോസൊക്കെ രതീഷും അല്ലേ? ഇങ്ങോട്ട് വന്നേക്ക്, സൈഡിൽ പോയി നിൽക്കുന്നു. മീനു, ഫിറോസൊക്കെ രതീഷോ? ഞങ്ങളുടെ കുടുംബത്തിൽ സ്റ്റാച്ചു വന്നിരുന്നു. ചടങ്ങാണല്ലേ? വരുന്നില്ല വരും. ഞാൻ കൈ കഴിയില്ലായിരുന്നു. ഇത്ര മനോഹരമായ ആചാരങ്ങൾ. ആ മുടി അതിനകത്ത് വീഴുന്നു. ഇനി വല്ലതും ഉണ്ടോ? നല്ല പരിപാടിയാണ്.
അനീഷൻ അല്ല അല്ല ഇനി ഭർത്താവിന്റെ കയ്യെ മറ്റേ കർപ്പൂരം വെച്ച് കത്തിക്കണം. ഭർത്താവിന്റെ കയ്യിലല്ല. അല്ല അനീഷൻ ഇങ്ങനെ ശരിക്കും ഒരു കൈയെ കർപ്പൂരം കത്തിച്ച് ഒരു കൈ നെയ് ഞാൻ നക്കി തിരുന്നവിടെ ഈ കർപ്പൂരം കത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഞാൻ നേരെ കഴിക്കുന്നില്ലല്ലേ. എല്ലാരും ചായ കുടിച്ചെങ്കിൽ കഴിക്കാം. ഫോട്ടോ ഏത് ആയോ ആ ചൂടാ ചൂടാ ഇത് വേണ്ടേ അമ്മ മാറിയൊന്നുമില്ല, അമ്മ ഇളക്കി വെക്കും. ഇളക്കി കുഴപ്പമില്ല, 2-3 മാസം കൂടെ കഴിയുമ്പോൾ ഒരെണ്ണം വന്ന് ഇളക്കിക്കോളൂ. ഇപ്പറവാ ഇത് കൊച്ചില്ലാത്തവരാ നിൽക്കുന്നത് എല്ലാരും. അവക്ക് കൊച്ചുണ്ടോ നേരാ പറഞ്ഞു അല്ലേ? അവളാ കൊച്ചു. പക്ഷെ മുഖത്ത് പറയും. ഒരു തേങ്ങ എടുത്തോളാ. അങ്ങനെ നമ്മുടെ പൊങ്കാലയുടെ പരിപാടി കഴിഞ്ഞു. നല്ല മനോഹരമായ ആചാരമായിരുന്നു. ഇനിയില്ലല്ലോ, ഒറ്റ തവണയുള്ളൂ. ആദ്യത്തെ കുഞ്ഞിന് മാത്രമേ ഉള്ളെന്നൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞ് പാവം, രണ്ടാമത്തെ കുഞ്ഞിനൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇവരെല്ലാവരും അപ്പുറത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് കാട്ടുമേക്കാതിൽ അമ്പലമുണ്ട്, അവിടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് അപ്പോഴേക്കും ഞാൻ നമ്മുടെ മന്ത്രകോടി കൊടുക്കും. നമ്മുടെ പലഹാരങ്ങളെല്ലാം എടുത്ത് അത് തരും അല്ലേ? വയറ് കാലിയാക്കി തിരിക്കട്ടെ, എല്ലാവരും പലഹാരം തരുന്നതാണ്.